ഹായ് ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മാർട്ട് സ്കൂൾ സ്റ്റുഡൻറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലി ക്ലാസ് 7 2022-23 ആനുവൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ്. 6 പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും 5 എണ്ണം മാത്രം എഴുതിയാൽ മതി. ബട്ട് ഫസ്റ്റ് പ്രവർത്തനം കമ്പൽസറി ആണ്, എന്തായാലും എഴുതണം. അപ്പോൾ പ്രവർത്തനം 1 എഴുതാം. കഥ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. തൻ്റെ ആ കൊച്ചു സാമ്രാജ്യത്തിലെ അമൂല്യ വസ്തുക്കളെല്ലാം ടീച്ചർക്ക് കാണിച്ചു കൊടുക്കാൻ അവൻ ആഗ്രഹിച്ചു. വണ്ടുകൾ, പല്ലികൾ, ഓന്തുകൾ, 100 കണക്കിന് ഷഡ്പദങ്ങൾ തുടങ്ങിയവയെല്ലാം ഓക്കുമരത്തിൻ്റെ വേരുകളെ ആവാസ കേന്ദ്രമാക്കിയിരിക്കുന്നു. ചില ജീവികൾ വേരിൻ്റെ ചുളിവുകളിൽ അഭയം തേടിയിരുന്നു. ഇനിയും ചില സൂക്ഷ്മജീവികൾ തടിയുടെ പുറംതൊലിയിലെ ചാലുകളെ ആവാസ കേന്ദ്രമാക്കി. അവയെ മരത്തിൻ്റെ തോലിൽ നിന്ന് തിരിച്ചറിയാൻ തന്നെ പ്രയാസമായിരുന്നു. അവ മരത്തിൻ്റെ ഒരു ഭാഗം പോലെ തോന്നിച്ചു. പല ജീവികളും ഹേമന്തത്തിലെ കഠിനമായ ശൈത്യത്തിൽ സുഖസുഷുപ്തിയിൽ ആണ്ടുകിടക്കുകയായിരുന്നു. ഇവയെപ്പറ്റിയെല്ലാം സൗഷ്കിൻ ടീച്ചർക്ക് താല്പര്യത്തോടെ വിവരിച്ചു കൊടുത്തു. കരുത്തും വീര്യവും നിറഞ്ഞ ആ ഓക്കുമരം അനവധി ജീവികൾക്ക് ജീവന് ആധാരമായി സ്നേഹം നിറഞ്ഞ ചൂട് നൽകിയിരുന്നു. ഈ മരത്തേക്കാൾ അനുയോജ്യമായ വേറൊരു താമസ സ്ഥലം കണ്ടുപിടിക്കാൻ അവയ്ക്ക് സാധ്യമായിരുന്നില്ല. ശിശിരത്തിലെ ഓക്കുമരം, യൂറി നഗീബിൻ. അപ്പോൾ ഇത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ A. വണ്ടുകൾ, പല്ലികൾ, ഓന്തുകൾ തുടങ്ങിയവയുടെ ആവാസ കേന്ദ്രം ഏതാണ്? ഓക്കുമരത്തിൻ്റെ വേരുകൾ, പുറംതൊലിയിലെ ചാലുകൾ, മരത്തിൻ്റെ ശാഖകൾ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഇതാണ്. വണ്ടുകൾ, പല്ലികൾ, ഓന്തുകൾ, 100 കണക്കിന് ഷഡ്പദങ്ങൾ തുടങ്ങിയവയെല്ലാം ഓക്കുമരത്തിൻ്റെ വേരുകളെ ആവാസ കേന്ദ്രമാക്കിയിരിക്കുന്നു. ഓക്കുമരത്തിൻ്റെ വേരുകൾ. ഇനി അവ മരത്തിൻ്റെ ഒരു ഭാഗം പോലെ തോന്നിച്ചു. ഇവിടെ അവ എന്ന് പറഞ്ഞത് എന്തിനെ? ഷഡ്പദങ്ങൾ, ഓന്തുകൾ, സൂക്ഷ്മജീവികൾ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നു അവ മരത്തിൻ്റെ ഒരു ഭാഗം പോലെ തോന്നിച്ചു. തൊട്ട് മുമ്പിലത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് അവയെ മരത്തിൻ്റെ തൊലിയിൽ നിന്ന് തിരിച്ചറിയാൻ തന്നെ പ്രയാസമായിരുന്നു. അവ മരത്തിൻ്റെ, അപ്പോഴും നമുക്ക് ആൻസർ കിട്ടുന്നില്ല. അപ്പോൾ അതിന് മുമ്പത്തെ സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഇനിയും ചില സൂക്ഷ്മജീവികൾ തടിയുടെ പുറംതൊലിയിലെ ചാലുകളെ ആവാസ കേന്ദ്രമാക്കി. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സൂക്ഷ്മജീവികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൗഷ്കിൻ ഓക്കുമരത്തിലെ ജീവികളെക്കുറിച്ച് ആരോടാണ് വിശദീകരിച്ചത്? അമ്മയോട്, കൂട്ടുകാരോട്, ടീച്ചറോട്? കൃത്യമായിട്ട് ഇവിടെ ആൻസർ പറയുന്നുണ്ട്. സൗഷ്കിൻ ഇവയെപ്പറ്റിയെല്ലാം സൗഷ്കിൻ ടീച്ചർക്ക് താല്പര്യത്തോടെ വിവരിച്ചു കൊടുത്തു. അപ്പം ആൻസർ എന്ന് പറയുന്നത് ടീച്ചറോട്. ക്വസ്റ്റ്യൻ നമ്പർ D. പല ജീവികളും ഹേമന്തത്തിലെ കഠിനമായ ശൈത്യത്തിൽ സുഖസുഷുപ്തിയിൽ ആണ്ട് കിടക്കുകയായിരുന്നു. സുഷുപ്തിയിൽ എന്ന പദത്തിൻ്റെ അർത്ഥം? ഓപ്ഷൻസ്: തണുപ്പിൽ, ചൂടിൽ, ഉറക്കത്തിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസ്, ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. തണുപ്പിലാണോ? ഒരിക്കലുമല്ല. കാരണം അതിന് സിമിലർ ആയിട്ടുള്ള ഒരു വേർഡ് ശൈത്യത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി തണുപ്പിൽ വന്നു കഴിഞ്ഞു. ഇനി ചൂടിലാണോ? ഒരിക്കലുമല്ല. പിന്നെ അടുത്തത് സുഷുപ്തിയിലാണ്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിൽ. സുഷുപ്തി എന്ന വാക്കിൻ്റെ അർത്ഥം ഉറക്കത്തിൽ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ E. ഓക്കുമരം അതിനെ ആശ്രയിച്ച നിരവധി ജീവികൾക്ക് പകർന്നു കൊടുത്തത് എന്താണ്? ഓപ്ഷൻസ്: കരുത്തും വീര്യവും, ജീവന് ആധാരമായ സ്നേഹം, സുഖസുഷുപ്തി. ആൻസർ നോക്കാം. ലാസ്റ്റ് സെൻറ്റൻസ് നോക്കാം. കരുത്തും വീര്യവും നിറഞ്ഞ ആ ഓക്കുമരം അനവധി ജീവികൾക്ക് ജീവന് ആധാരമായ സ്നേഹം നിറഞ്ഞ ചൂട് നൽകിയിരുന്നു. അപ്പം ആൻസർ എന്ന് പറയുന്നത് ജീവന് ആധാരമായ സ്നേഹം. അപ്പോൾ മക്കളെ, ഫസ്റ്റ് ആക്ടിവിറ്റി വളരെ സിമ്പിൾ അല്ലേ? നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് ആക്ടിവിറ്റി പ്രവർത്തനം 2. കഥ പൂർത്തിയാക്കാം. മഴ നിർത്താതെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മേ, ഞാൻ കുളിക്കാൻ പോയിക്കോട്ടെ? സിന്ധു അമ്മയോട് ചോദിച്ചു. വേണ്ട മോളെ, ഈ സമയത്ത് കുളിച്ചാൽ നിനക്ക് പനി വരില്ലേ? വിഷമത്തോടെ സിന്ധു മഴ കാണാനായി വരാന്തയിലേക്ക് ഓടി. അപ്പോഴാണ് ഒരു ഭിക്ഷക്കാരൻ വന്നത്. കീറിയ വസ്ത്രങ്ങൾ, പൊട്ടിയ ചെരുപ്പ്, നരച്ച നീളമുള്ള താടിയും മുടിയും. മഴയിൽ കുളിച്ചു നിന്ന അയാളെ കണ്ടപ്പോൾ സിന്ധുവിന് കഷ്ടം തോന്നി. അവൾ അടുക്കളയിലേക്ക് ഓടി. അമ്മേ, മുകളിലെ കഥാഭാഗം വായിച്ചില്ലേ? കഥയുടെ തുടർന്നു വരുന്ന ഭാഗം ഭാവനയിൽ കണ്ട് പൂർത്തിയാക്കുക.
അപ്പോൾ ടീച്ചറുടെ ഒരു ഭാവനയിൽ എഴുതിയതാണ്. നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സാമ്പിൾ ആൻസർ നോക്കാം. അമ്മേ, കാരണം അമ്മേ എന്ന് പറഞ്ഞാണ് ആ ക്വസ്റ്റ്യൻ അവസാനിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ആൻസർ തുടങ്ങണം. അമ്മേ, വീടിൻ്റെ മുറ്റത്തൊരു ഭിക്ഷക്കാരൻ, സിന്ധു അമ്മയോട് പറഞ്ഞു. എവിടെ ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞേക്കാം മോളെ. ഏത് തരത്തിലുള്ള ആളാണെന്ന് പറയാൻ പറ്റാത്ത കാലമാ, അമ്മ പറഞ്ഞു. അല്ല അമ്മേ, അയാൾ പാവമാ. കീറിയ വസ്ത്രവും പൊട്ടിയ ചെരുപ്പും നരച്ച താടിയും. അയാൾക്ക് എന്തെങ്കിലും കൊടുക്കാം അമ്മേ, സിന്ധു അമ്മയോട് കേണ് പറഞ്ഞു. ശരി, നോക്കട്ടെ, അമ്മ പറഞ്ഞു. ഞാൻ ഇത്ര എഴുതിയിട്ടുള്ളൂ. പിന്നെ അമ്മയും സിന്ധുവും കൂടി പുറത്തേക്ക് വന്ന് ഭിക്ഷക്കാരന് എന്തെങ്കിലും കൊടുക്കുന്നതായിട്ടോ ഒക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ ബി. മാതൃക പോലെ എഴുതുക. വർണ്ണിക്കാനാവാത്തത് അവർണ്ണനീയം. അതാണ് സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വിശ്വസിക്കാൻ കഴിയാത്തത്, അപ്പോൾ എന്തായിരിക്കും ആൻസർ? അവിശ്വസനീയം. അത് എഴുതുമ്പോൾ കൃത്യം ശ്രദ്ധിക്കണം. അവിശ്വസനീയം എന്ന് തന്നെ എഴുതണം, അവിശ്വസീയം എന്നൊന്നും എഴുതരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രവർത്തനം 3. എ ക്വസ്റ്റ്യൻ ആണ്. നിവേദനം തയ്യാറാക്കുക. ചില പത്രവാർത്തകളുടെ തലക്കെട്ടുകൾ വായിക്കുക. പാടം നികത്തി ഫ്ലാറ്റ് നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. പൊതുകുളത്തിൽ മാലിന്യ കൂമ്പാരം. കുന്നിടിച്ച് റോഡ് വികസനം. അനേകം കുടുംബങ്ങൾ വഴിയാധാരമാകും. മണലെടുത്ത കുഴിയിലകപ്പെട്ട് 2 മരണം. പത്രവാർത്തകൾ വായിച്ചല്ലോ. ഈ പ്രകൃതി ചൂഷണത്തിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതല്ലേ? നിങ്ങളുടെ പ്രദേശത്തെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകാനുള്ള നിവേദനം തയ്യാറാക്കുക. ഇപ്പം നിവേദനം എഴുതുമ്പോൾ നമ്മളൊരു ഫ്രണ്ടിന് ലെറ്റർ എഴുതുന്നതും ഒരു നിവേദനം എഴുതുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതൊരു സാമ്പിൾ ആൻസറാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ എഴുതാം. ബഹുമാനപ്പെട്ട, ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് എഴുതുക, അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മുൻപാകെ ഹോളി ചൈൽഡ് സ്നേഹഗിരിയിലെ വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന നിവേദനം. പിന്നെ വിഷയം എഴുതുക, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം. അതാണല്ലോ വിഷയം ക്വസ്റ്റ്യനിൽ. ഈ ഒരു പുതിയ പാരഗ്രാഫായിട്ട് എഴുതുക. ജലസ്രോതസ്സുകളാൽ സമ്പന്നമായിരുന്നു ഈ നാട്. എന്നാൽ പാടം നികത്തി ഫ്ലാറ്റ് നിർമ്മാണവും പൊതുകുളത്തിൽ മാലിന്യം കൂമ്പാരവും കുന്നിടിച്ചുള്ള റോഡ് വികസനവും പുഴയിൽ നിന്നുള്ള മണ്ണെടുക്കലും കാരണം ഇവിടെയുള്ള പുഴകളും കുളങ്ങളും മലിനമാവുകയും വറ്റി വരളുകയും ചെയ്യുന്നു. ഈ സെൻറ്റൻസുകളെല്ലാം ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്താണ് കേട്ടോ. ഇത് പരിസ്ഥിതിയെ വളരെയധികം ബാധിക്കുന്നു. ആയതിനാൽ അങ്ങ് അടിയന്തരമായി ഇവിടെ സന്ദർശിക്കുകയും സത്വര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഈ അവസാനം സെൻറ്റൻസ് ഏതൊരു നിവേദനത്തിനും നമ്മൾ കൊടുക്കേണ്ട സെൻറ്റൻസ് ആണ് കേട്ടോ. ഇനി അവസാനം നമുക്ക് എഴുതാം, സ്ഥലം എഴുതാം. ഇവിടെ സ്ഥലം എഴുതിയിരിക്കുന്നു, മേലടൂർ. ദെൻ തീയതി എഴുതുക. പിന്നെ വിശ്വസ്തയോടെ, റൈറ്റ് സൈഡിൽ വിശ്വസ്തയോടെ സ്നേഹഗിരി വിദ്യാർത്ഥികൾ. അവസാനം ഒപ്പൊന്നും കൂടി ഇടുക. അപ്പോൾ ഈ ആൻസർ കംപ്ലീറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ബി. വിവിധം എന്ന വാക്കിൽ നിന്നാണ് വൈവിധ്യം ഉണ്ടായത്. എന്നാൽ ശിഥിലം എന്ന വാക്കിൽ നിന്ന് ഉണ്ടാവുന്നത് എന്താണ്? ഓപ്ഷൻസ്: ശൈഥില്യം, വൈപുല്യം, നൈർമല്യം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വൈവിധ്യം ആണല്ലോ വിവിധത്തിൽ നിന്നുണ്ടായത്. അപ്പോൾ ഇവിടെ ഓഫ് കോഴ്സ് ശിഥിലത്തിൽ നിന്നുണ്ടായത് എന്തായാലും എന്തായിരിക്കും? ശൈഥില്യം. പ്രവർത്തനം 4. ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. ഇപ്പോൾ ഇവിടെ ഒരു കവിതയാണ് കൊടുത്തിരിക്കുന്നത്, പൂമ്പാറ്റ. അത് വായിച്ചിട്ട്, സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ്, അത് വായിച്ചിട്ട് അതിൻ്റെ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കവിത നമുക്ക് നോക്കാം. പാറുകവാനിൽ പൂമ്പാറ്റേ നിൻ 100 നിറക്കൊടി ഉയരട്ടെ, നാടിനതിർത്തികളെല്ലാം ഭേദി ചാനന്ദം പോലുന്മുക്തം. പൂവുകൾ തോറും പൂമ്പൊടി വിതറി തേനുകൾ പലതിൻ രുചി തേടി. പാറുക വയലുകൾ ഉദ്യാനങ്ങൾ കാടുകൾ വെല്ലുക കൊടി വീശി. താഴ്വര കുന്നു പുഴത്തീരം നീ ചായമടിച്ചു തിമിർക്കുന്നു. നീയേ കനികൾ തൂക്കി മരങ്ങളെ മോടിയിലുത്സവമാക്കുന്നു. കായ്കളുമായി മരങ്ങൾ വിളിപ്പതിനാലെ പക്ഷികളെത്തുന്നു. അങ്ങനെ നീ വയലാക്കും സ്വർണം കുന്നോ ഫലഭര സുരഭിലവും. സച്ചിദാനന്ദൻ എഴുതിയ ഒരു കവിതയാണത്. ക്വസ്റ്റ്യൻ ഇതാണ്: പൂമ്പാറ്റ പ്രകൃതിയിൽ ചെയ്യുന്നതും
പ്രകൃതി പൂമ്പാറ്റയ്ക്ക് നൽകുന്നതുമായ കാര്യങ്ങൾ കണ്ടല്ലോ. ഈ കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ആദ്യം നിങ്ങൾ എന്താണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ കവിതയുടെ പേരും കവിയുടെ പേരും എഴുതണം. അതായിരിക്കണം ഏതൊരു ആസ്വാദനക്കുറിപ്പിൽ ആദ്യം വേണ്ടത്. അപ്പം ഇങ്ങനെ എഴുതാം: പ്രശസ്ത കവി സച്ചിദാനന്ദൻ എഴുതിയ ഒരു കവിതയാണ് പൂമ്പാറ്റ. അതാണ് ഫസ്റ്റ് സെൻറ്റൻസ് എഴുതേണ്ടത്. പിന്നെ അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ കോപ്പി ചെയ്തേക്കുന്നതാണ് ഈ സെൻറ്റൻസ്. പൂമ്പാറ്റ പ്രകൃതിയിൽ ചെയ്യുന്നതും പ്രകൃതി പൂമ്പാറ്റയ്ക്ക് നൽകുന്നതുമായ കാര്യങ്ങളാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ക്വസ്റ്റ്യനിലുണ്ട് കേട്ടോ. പിന്നെ അടുത്ത പാരഗ്രാഫായിട്ട് എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ കവിതയുടെ ഉള്ളടക്കം എഴുതണം. അപ്പോൾ കവിതയിൽ നമുക്ക് അറിയാം, അത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട്. പിന്നെ അറിയാത്തതിൻ്റെ മീനിങ്സും റൈറ്റ് സൈഡിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ജസ്റ്റ് സാമ്പിൾ ആൻസറാണ് കേട്ടോ. 100 നിറങ്ങളുള്ള ചിറക് വിടർത്തി കൊടികൾ പോലെ ആകാശത്ത് ഉയർന്ന് പറക്കാനാണ് പൂമ്പാറ്റയോട് കവി പറയുന്നത്. നാടിൻ്റെ അതിർത്തികളെല്ലാം മറികടന്ന് സ്വാതന്ത്ര്യം കിട്ടിയ സന്തോഷത്തിലാണ് പൂമ്പാറ്റ പോകുന്നത്. രണ്ടില്ല കേട്ടോ. പൂവുകൾ തോറും പൂമ്പൊടി വിതറിക്കൊണ്ട് പല പല തേനുകളുടെ രുചി ആസ്വദിച്ചുകൊണ്ട് വയലുകൾ, പൂന്തോട്ടങ്ങൾ, കാടുകൾ, താഴ്വര, കുന്നുകൾ, പുഴത്തീരം എന്നിവയിൽ നിന്റെ നിറങ്ങളാൽ ചായമടിച്ച് തിമിർക്കുകയാണ്. മരങ്ങളെ കനികൾ കൊണ്ട് തൂക്കി മനോഹരമാക്കി ഒരു ഉത്സവമാക്കുന്നു. കായ്കളുമായി മരങ്ങൾ വിളിക്കുമ്പോൾ പക്ഷികളെത്തുന്നു. അങ്ങനെ പൂമ്പാറ്റകൾ വയലിനെ സ്വർണ്ണ നിറമുള്ള നെൽമണികൾ നിറച്ചും കുന്നിനെ ഫലങ്ങൾ കൊണ്ട് നിറച്ചും സുഗന്ധമുള്ളതും ആക്കുന്നു. ഭംഗിയുള്ള പൂമ്പാറ്റകൾ ഭൂമിയെ മനോഹരമാക്കുന്നതും അവ മൂലമുള്ള പരാഗണം വഴി പൂക്കളും കായകളും ഉണ്ടാവുന്നതും ഈ കവിതയിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞാണ് ആ എക്സ്പ്ലനേഷൻ അവസാനിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്, സമ്മറി എന്ന് പറയുന്നത്, സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ആനന്ദം പകരുകയാണ് പൂമ്പാറ്റ. ഇനി ലാസ്റ്റ് ഞാൻ എഴുതിയേക്കുന്ന സെൻറ്റൻസ് ഏതൊരു ക്വസ്റ്റ്യൻ ആസ്വാദനക്കുറിപ്പ് ഏത് കവിത വന്നാലും എഴുതേണ്ട ഏറ്റവും ലാസ്റ്റത്തെ സെൻറ്റൻസാണിത്. പദങ്ങളുടെയും അക്ഷരങ്ങളുടെയും ആവർത്തനം, സമാനധ്വനിയുള്ള വ്യത്യസ്ത പദങ്ങളുടെ പ്രയോഗം എന്നിവയിലൂടെ കവിതയ്ക്ക് താളഭംഗിയും ആലാപന ഭംഗിയും കൈവരുന്നുണ്ട് എന്ന് എഴുതിയിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ അവസാനിപ്പിക്കാം. ഇനി പ്രവർത്തനം 5 താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാം. അമ്മയുടെ മടിത്തട്ടിലേക്ക്. പുഴയിൽ കുളിക്കാൻ ചെന്നപ്പോൾ കിച്ചുവിന് കിട്ടിയ കുഞ്ഞു മീനിനെ അവൻ ചില്ല് ഭരണയിലെ വെള്ളത്തിലിട്ടു. തിളങ്ങുന്ന ചന്തമുള്ള മീൻ. തിന്നാൻ കൊടുക്കുന്നതൊന്നും കുഞ്ഞുമീൻ കണ്ടതായി നടിച്ചില്ല. അനങ്ങാതെ ഒരേ നിൽപ്പ്. നിനക്ക് എന്തു പറ്റി? നീ ഇന്ന് എന്തെല്ലാം കാഴ്ചകൾ കണ്ടു? കിച്ചു മീനിനോട് ചോദിച്ചു. അവൻ കണ്ട കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ കൂട്ടുകാരെല്ലാം പുഴയിൽ എന്തെല്ലാം കാഴ്ചകൾ കാണുന്നുണ്ടാവും. എനിക്കതൊന്നും പറ്റുന്നില്ലല്ലോ. കുഞ്ഞുമീൻ സങ്കടപ്പെട്ടു. അത് കേട്ട് കിച്ചു ചില്ലുഭരണിയുമെടുത്ത് പുഴ വക്കത്തേക്ക് നടന്നു. മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും കഥ നിങ്ങൾ പഠിച്ചല്ലോ. ആ കഥയും മുകളിൽ വായിച്ച കഥയും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ താരതമ്യക്കുറിപ്പാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് എങ്ങനെ ചെയ്യണമെന്ന്. ഈ 2 കഥയിലെയും സാരാംശം സമ്മറി എടുത്ത് എഴുതുക. എന്നിട്ട് തമ്മിൽ താരതമ്യം ചെയ്തിട്ട് എഴുതുക. ഇതൊരു സാമ്പിൾ ആൻസറാണ്. നമുക്ക് നോക്കാം. ഈ തന്നിരിക്കുന്ന കഥയിൽ കവി പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിരിക്കുന്നത് മറ്റ് ജീവികൾക്കും മനുഷ്യരെ പോലെ സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ്. ആ സ്വാതന്ത്ര്യം നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കരുത്. ഈ കഥയിൽ ഒരു മീനിനെ ഒരു കുട്ടി പിടിച്ച് ഒരു ചില്ലുകൂട്ടിലിടുന്നതും ആ മീനിൻ്റെ വിഷമങ്ങളും പറയുന്നു. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ആരുടെയും സ്വാതന്ത്ര്യം പിടിച്ചെടുക്കാൻ നമുക്ക് അവകാശമില്ല എന്നാണ്. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റോറി, മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും എന്ന കഥയിൽ ഉത്തമനും ജൻട്രിയും കൂടി മീനുകളെ അക്വേറിയത്തിനുള്ളിൽ നിന്ന് പുഴയിലേക്ക് വിടുന്ന ഒരു സംഭവമുണ്ട്. ഈ കഥയിലും മീനുകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്ന 2 കുട്ടികളെ നമുക്ക് കാണാം. ഈ 2 കഥയിലും മീനുകളുടെ സ്വാതന്ത്ര്യം മാത്രമല്ല പറയുന്നത്, നമ്മുടെ ലോകത്തിലുള്ള ഓരോ ജീവിക്ക് പോലും സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ വീട്ടിലൊരു കിളിയെ വളർത്തുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളാണ് കിളിയുടെ സ്ഥാനത്തെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമുക്കറിയാത്തൊരു ലോകത്ത് ഒരു ജയിൽ എന്ന പോലെ പൂട്ടിയിട്ട് വളർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം എത്ര വിലപ്പെട്ടതാണെന്ന് നമ്മൾ ഓർക്കണം. ഇതിലൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ B. അക്വേറിയത്തിലെ മീനുകൾക്ക് ലഭിക്കാതെ പോകുന്നതെന്ത്? സ്വാതന്ത്ര്യം, ഭക്ഷണം, സുരക്ഷ. അപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്കതിൻ്റെ ആൻസർ അറിയാം, സ്വാതന്ത്ര്യം. പ്രവർത്തനം 6 പോസ്റ്റർ നിർമ്മിക്കാം. ലോക വനദിനം മാർച്ച് 21. ഭൂമിയിലെ ജൈവ വൈവിധ്യം ഇനിയും എത്ര നാളുണ്ടാവുന്ന ഭീതിയിലാണ് നാം എല്ലാവരും.
വിവേചനമില്ലാത്ത വികസനത്തിൻ്റെ പേരിൽ കണ്ടൽ കാടുകളും കാവുകളും കുറ്റിക്കാടുകളും തണ്ണീർത്തടങ്ങളും ചതുപ്പ് നിലങ്ങളുമൊക്കെ മനുഷ്യൻ കയ്യേറാൻ തുടങ്ങിയതോടുകൂടി ജീവജാലങ്ങൾക്ക് ആവാസ വ്യവസ്ഥ നഷ്ടമായി. ആഗോളതാപനവും ഗുരുതരമായ പരിസ്ഥിതി മലിനീകരണവും ജൈവ വൈവിധ്യങ്ങളുടെ ചരമഗീതം രചിക്കുന്നു. വനങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ലോക വനദിനാചരണത്തോടനുബന്ധിച്ച് നിങ്ങളുടെ വിദ്യാലയത്തിൽ നടക്കുന്ന പോസ്റ്റർ പ്രദർശനത്തിലേക്ക് പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ തയ്യാറാക്കേണ്ട എന്താണ് ഇതിൻ്റെ ഹെഡിങ് വരേണ്ടത്? പോസ്റ്റർ പ്രദർശനമാണ് കേട്ടോ. ലോക വനദിന ആചരണ പോസ്റ്റർ പ്രദർശനമാണ് ആ വിദ്യാലയത്തിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ ഒരു പോസ്റ്റർ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു മെയിൻ ഹെഡിങ് വേണം. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു പോസ്റ്ററിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ഇതൊരു ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലോക വനദിന ആചരണ പോസ്റ്ററിൻ്റെ പ്രദർശനം സ്കൂളിൽ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് ഹെഡിങ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. അത് കുറച്ചുകൂടി ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതി. ഇനി ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? ഉദ്ഘാടനം പ്രധാന അധ്യാപകൻ. ഇനി ഇതൊരു പ്രദർശനമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പ്രദർശന സ്ഥലം എവിടെയാണ്? ലൈബ്രറി ഹാൾ, HCEMHS സ്നേഹഗിരി. ഇനി എപ്പോഴാണ് പ്രദർശിപ്പിക്കുന്നത്? പ്രദർശന സമയം 21/3/2024. 21/3 എഴുതാൻ കാരണം മാർച്ച് 21 വനദിനം, രാവിലെ 10 മണിക്ക്. ഇനി സംഘാടനം ആരാണ് ചെയ്യുന്നത്? ഇതാരാണ് സംഘടിപ്പിക്കുന്നത്? നമുക്ക് സയൻസ് ക്ലബ്ബ് എന്നോ ഇവിടെ പരിസ്ഥിതി ക്ലബ്ബ് എന്ന് എഴുതിയിട്ടുണ്ട്. ഏവർക്കും സ്വാഗതം എന്ന് എഴുതിയിട്ട് ഒരു സ്ലോഗൻ എഴുതണം. അതിനെ പറ്റിയിട്ട് നമ്മുടെ കാടിനെ നമുക്ക് സംരക്ഷിക്കാം. പിന്നെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രീയുടെ പിക്ചറോ ഒരു പോസ്റ്റർ ഡിസൈനിങ്ങിലുള്ള ഒരു ചെറിയൊരു പിക്ചർ നിങ്ങൾക്ക് വരച്ചു വയ്ക്കാം. അപ്പോൾ നിങ്ങളുടെ പോസ്റ്റർ കംപ്ലീറ്റ് ആവും. ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട്. ആ ബോർഡർ ഒരു സ്കെച്ച് പെന്നും കൊണ്ട് ബോർഡർ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പോസ്റ്റർ ഡിസൈനിങ് ആ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ആൻസറും ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ ബി. മരങ്ങൾ വെട്ടി ശൂന്യമാക്കപ്പെട്ട പീച്ച് പൂന്തോട്ടത്തിൽ പുഷ്പിച്ചു നിൽക്കുന്ന ഒറ്റച്ചെടി എന്തിൻ്റെ സൂചനയാണ് നൽകുന്നത്? സന്തോഷം, പ്രതീക്ഷ, ആകാംക്ഷ. നമുക്ക് എല്ലാവർക്കും അറിയാം ആൻസർ. ആൻസർ ഇസ് പ്രതീക്ഷ. ഒറ്റ ചെടിയാണെങ്കിലും അത് പുഷ്പിച്ച് നിൽക്കുന്നുണ്ട്, അത് പ്രതീക്ഷയാണ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 2023 മാർച്ചിലെ അടിസ്ഥാന പാഠാവലിയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ചിൽഡ്രൻ.